വിളപ്പിൽശാലയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ മരിച്ച ബിസ്മിറിന്റെ കുടുംബം. ബിസ്മിറിന്റെ മരണത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണവും വന്നിട്ടില്ല എന്ന് ഭാര്യ ജാസ്മിൻ പറഞ്ഞു. മരണകാരണം ഹൃദയാഘാതം ആണ് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കുടുംബം തള്ളി. സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ഇനിയും നീതി കിട്ടിയില്ലെങ്കിൽ കേസുമായി മുന്നോട്ടു പോകുമെന്നും ബിസ്മിറിന്റെ ഭാര്യ പ്രതികരിച്ചു. ഈ പരാതിക്കാരൻ ഞങ്ങളാണ്. ഞങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കാതെയാണ് റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് അതിലൊരു വിശ്വാസമില്ല. ഇപ്പോൾ പോലീസിനായാലും പിന്നീട് അവിടെ നിന്നൊരു അന്വേഷണം വന്നിട്ടില്ല. ആരോഗ്യരംഗത്തു നിന്നും ഒരു അന്വേഷണം ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പൊ ഭരണപക്ഷത്തിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രി തൊട്ടടുത്തുള്ള മണിയറവിള ഹോസ്പിറ്റലിൽ വന്നിട്ട് വീട് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. മന്ത്രി ഒരു സ്ത്രീ എന്ന നിലയിൽ ഒന്ന് ചിന്തിക്കാത്തെന്താ, ഒരു അമ്മ എന്ന നിലയിൽ ചിന്തിക്കാത്തെന്താ? കണ്ണടച്ച് ഹോസ്പിറ്റലുകാർ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണോ അവർ അവതരിപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ഒരു വാക്കെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നില്ലേ? പോലീസിനോടായാലും നമ്മുടെ ഭരണപക്ഷത്തിനോടായാലും എനിക്ക് എല്ലാവരോടും ഉള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസുമായിട്ട് കോടതിയിൽ പോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ദുലേഖ രേണു ചേർന്ന വിവരങ്ങളുമായി. ഇന്ദുലേഖ, കേസുമായി കോടതിയെ സമീപിക്കാനാണല്ലോ കുടുംബത്തിന്റെ തീരുമാനം. ആരോഗ്യവകുപ്പ് ഇതുവരെ ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി ഒരു കാര്യങ്ങളും ഇതിനോട് പ്രതികരിക്കുകയോ കുടുംബത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എത്തുകയോ മറ്റും ചെയ്തിരുന്നില്ലേ? മോട്ടി, കുടുംബത്തിന് ആരോഗ്യവകുപ്പിലും അതുപോലെ തന്നെ സർക്കാരിലുമുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത്. നമുക്കറിയാം, ഇന്നേ ദിവസം അവർ നമ്മളോട് സംസാരിക്കുന്നത് തന്നെ ഏറെ തകർന്ന ഒരു അവസ്ഥയിലാണ്. ഈ സംഭവം നടന്നതിന് ശേഷം കുടുംബത്തിന്റെ ആദ്യ പ്രതികരണം വന്നപ്പോൾ തന്നെ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിരുന്നു. CPR-ഉം ഓക്സിജനും ഇഞ്ചക്ഷനും ഒക്കെ നൽകിയാണ് രോഗിയെ അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്ന്. പക്ഷേ ഇന്ന് ബിസ്മിറിന്റെ ഭാര്യ ജാസ്മിൻ പറയുന്നുണ്ട്, 1 മിനിറ്റിൽ താഴെയുള്ള നെബുലൈസേഷൻ മാത്രമാണ് ആശുപത്രിയിൽ നൽകിയിരുന്നത്. അവിടെ മറ്റൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ പെരുമാറിയിരുന്നത് ഏറെ ക്രൂരമായിട്ടാണ്. ഉറക്കം നഷ്ടപ്പെടുത്തിയതിലുള്ള ഒരു ദേഷ്യത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന നഴ്സ് പോലും പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഡോക്ടർ ആയിരുന്നെങ്കിൽ തന്നെ ചെന്നെത്തിയ രോഗിയെക്കാളും കൂടെയുള്ള ആളെക്കാളും പരിഭ്രാന്തരായിട്ടാണ് കാണപ്പെട്ടത്. തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും ഇവർ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഏറെ വേദനയോടെയാണ് അവർ പറയുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നോ മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തുനിന്നോ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ കുടുംബത്തെ വിളിച്ച് കാര്യമൊന്നും അന്വേഷിച്ചിട്ടില്ല. അന്ന് സ്ഥലം MLA മാത്രം കുടുംബത്തെ ഒന്ന് സന്ദർശിച്ചിരുന്നു. മറ്റൊരു വിധത്തിലുമുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് കുടുംബം ആവർത്തിച്ച് പറയുകയാണ്. മോത്തി, ശരി.